DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ KSEBയുടെ വൈദ്യുതിയും LPG ഗ്യാസും ഉപയോഗിക്കുന്നവർ എല്ലാവരും തന്നെ മാർച്ച് 31-നുള്ളിൽ പൂർത്തിയാക്കേണ്ട 2 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. ഒന്നാമതായി, വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതായി KSEB ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് 2026 മാർച്ച് 31 വരെ മാത്രമേ അവസരമുണ്ടാകൂ എന്നും KSEB അറിയിച്ചിട്ടുണ്ട്. അപേക്ഷാ ഫീസ്, ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിനോ വോൾട്ടേജ് ലെവലിൽ വരുന്ന വ്യത്യാസം മൂലമോ വിതരണ ശൃംഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആയതിനാവശ്യമായ തുക മാത്രം ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും. എല്ലാ വിഭാഗം LT ഉപഭോക്താക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. എന്നാൽ ഏതെങ്കിലും നിയമപര അധികാരികളിൽ നിന്ന് എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എതിർപ്പ് പരിഹരിച്ച ശേഷമേ ഈ പദ്ധതിയുടെ ഭാഗമായി ലോഡ് റെഗുലൈസേഷൻ അനുവദിക്കുകയുള്ളൂ. KSEBL-ൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപയോക്താക്കൾക്ക് wss.kseb.in എന്ന വെബ്സൈറ്റിലൂടെ കണക്റ്റഡ് ലോഡ് റെഗുലൈസേഷൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതത് ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസുകളിൽ പൂരിപ്പിച്ച അപേക്ഷയും ഉപഭോക്താവിൻ്റെ തിരിച്ചറിയൽ രേഖയും കണക്റ്റഡ് ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷനും നൽകി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്. മറ്റൊരു രേഖയും സമർപ്പിക്കാതെ പണച്ചെലവില്ലാതെ എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും ഈ അവസരം വിനിയോഗിക്കാം. അടുത്ത അറിയിപ്പ് വീട്ടിൽ പാചക ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കുള്ളതാണ്. ഗാർഹിക പാചകവാതക സബ്സിഡി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശങ്ങൾ ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാചകവാതക സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഓരോ ഉപഭോക്താവും EKYC അല്ലെങ്കിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സർക്കാർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഭാവിയിൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും ഈ നടപടിക്രമം അനിവാര്യമാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന അഥവാ PMUY പദ്ധതിക്ക് കീഴിൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർക്ക് നിലവിൽ പ്രതിമാസം ഏകദേശം 300 രൂപയോളമാണ് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 9 സിലിണ്ടറുകൾക്ക് വരെ മാത്രമേ ഇത്തരത്തിൽ സബ്സിഡി ലഭിക്കുകയുള്ളൂ. 10ാമത് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവ് അതിൻ്റെ വിപണി വില പൂർണ്ണമായും നൽകേണ്ടി വരും. ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സബ്സിഡി നിലനിർത്തുന്നതിനായി 2026 മാർച്ച് 30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ നിശ്ചിത തീയതിക്കുള്ളിൽ EKYC നടപടികൾ പൂർത്തിയാക്കാത്ത പക്ഷം സബ്സിഡി ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ ഗുണഭോക്താക്കൾ എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഇനി സബ്സിഡി ഇല്ലാത്ത സാധാരണ ഗ്യാസ് കണക്ഷൻ ഉള്ളവരുടെ കാര്യം പരിശോധിച്ചാൽ അവരും EKYC ചെയ്യുന്നത് വലിയ ഗുണം ചെയ്യും. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അപകടങ്ങൾ ഉണ്ടായാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ഈ നടപടി സഹായിക്കും. കൂടാതെ പാചകവാതകവുമായി ബന്ധപ്പെട്ട മറ്റ് സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഭാവിയിൽ ലഭ്യമാകുന്നതിനും EKYC ആവശ്യമായി വന്നേക്കാം. മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഗ്യാസ് ഏജൻസിയെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഏജൻസികൾ നൽകുന്ന മറ്റ് ഓൺലൈൻ സൗകര്യങ്ങൾ വഴിയും ഇത് പൂർത്തിയാക്കാം. മസ്റ്ററിങ്ങിനായി പോകുമ്പോൾ കണക്ഷൻ ഉടമയുടെ ആധാർ കാർഡ്, ഗ്യാസ് ബുക്ക്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമായും കൈവശം കരുതണം. സബ്സിഡി തുക കൃത്യമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി സീഡിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൂടാതെ ഗ്യാസ് കണക്ഷൻ ഉടമ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഉടമസ്ഥാവകാശം അർഹരായ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ പുതിയ ഉടമയുടെ പേരിൽ EKYC നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കൂ. ഉജ്ജ്വല യോജന ആനുകൂല്യം ലഭിക്കുന്നവർക്കാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാൻ മാർച്ച് 31 വരെ അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാത്തവർക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. കാരണം ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനൊക്കെ മസ്റ്ററിംഗ് ഒരു പ്രധാന ഘടകമായി വന്നേക്കാം. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.